അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അബുദാബിയിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവരൊക്കെ റെഡിയായി, ഇനി ഞാൻ റെഡി ആവാനുണ്ട്. പിന്നെ 4 മണിക്കാണ് ബസ്, ഇപ്പോൾ ഒരു 3:45. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് പെട്ടെന്ന് പോവാം. അത് ഭയങ്കര ചൂടാണ്, പിന്നെ ഭയങ്കര വെയിൽ. ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലിയർ ഉണ്ടാവില്ല. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇവർ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്, ഞാനൊരു ഡ്രസ്സ് മാറ്റി. ഓക്കെ, നമുക്ക് അവിടെ തിരികണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ്, നാഷണൽ അക്വേറിയം അബുദാബി. ഓക്കെ, പിന്നെ ലോകത്തിൽ ഏറ്റവും വലിയ അക്വേറിയം ഉള്ളത് ഇവിടെയാണ് അബുദാബിയിൽ. ഇവിടെ അക്വേറിയം കാണാനല്ല വന്നിട്ടുള്ളത്, ഇവിടെ തേക്കിലുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ വന്നത്. അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഈ അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാവർക്കും അറിയാം, പിന്നെ അക്വേറിയത്തിനെ കുറിച്ചിട്ടും അറിയാം. അപ്പോൾ അക്വേറിയത്തിലേക്കായിരിക്കും എല്ലാവരും വരിക. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്തേക്കൊന്നും ആരും പോയി നോക്കാനുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള അതിൻ്റെ ഒരു സീനറിയും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകാനെന്ന് കുറേ ഇങ്ങനെ ചുറ്റും നടന്ന് കാണാനുണ്ട്. പിന്നെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ് 25 ദിർഹംസാണ് അന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്നേ നമ്മളിപ്പോൾ 3ാമത്തെ വട്ടമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന ടൈമിൽ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് വരണം. അപ്പോൾ ഒരു 5:15 ആയിട്ടുള്ളൂ. ഒരു 6 മണി ടൈമിൽ വരണം, എന്നാലാണ് കുറച്ചും കൂടി ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് കുറച്ചും കൂടി മങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ സൂര്യൻ്റെ ഈ കുത്തലുകൊണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ഉണ്ട് തോന്നുന്നില്ല. ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലമാണ്. പിന്നെ അബുദാബിയിൽ അധികം ആളുകൾക്കും അറിയുമെന്നറിയില്ല. ഇവിടെ എല്ലാവരും വരും അക്വേറിയത്തിൻ്റെ അവിടെ ഒരു അക്വേറിയം കാണും, തിരിച്ചു പോകും. പക്ഷേ നേരെ ബാക്കിലേക്ക് അധികം ആളുകളും വരില്ല. ഞാൻ കുറേ 2-3 ആൾക്കാർ ഫാമിലിനോട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് അടിപൊളി സ്ഥലമാണ് ഫോട്ടോ എടുക്കാൻ. നമ്മളും ഇവിടുന്ന് ഫോട്ടോ എടുത്ത ആളുകൾ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്ന ഫോട്ടോ എടുക്കുന്നതൊക്കെ. അവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ. ഫാമിലിയായിട്ടൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ്. നമ്മൾ താഴെ ഭാഗത്തേക്ക് പോയി നോക്കാം. അതിൻ്റെ ഒരായി വന്നേ ഓക്കെ, നമുക്ക് അവിടെയൊക്കെ പോയിട്ട് കാണാം. ഓക്കെ, വാ. അപ്പോൾ ഞാനും അവിടെ കിളീനെ കണ്ടപ്പോൾ പോയിട്ടാണ്. ഓക്കെ, ഇവിടെ നിന്നുള്ള കാഴ്ച ഒന്ന് കണ്ടോളൂ. ഞാനോ എങ്ങനെയുണ്ട് ഇവിടെ തന്നെ? ഞാനിവിടെ അപ്പോൾ നമുക്ക് ഇനി അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ എന്നിട്ട് പോവാം. നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് അതുപോലെ ഇവിടെ റെസ്റ്റിനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വെയിൽ കുറച്ചും കൂടി ഒന്ന് പോകും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഇപ്പോൾ ഈ വെയിലിൻ്റെ ഇതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വലിയ ക്ലിയർ ഇല്ല. വേറെ ഒന്നല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങി അവിടെ പോയിട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ പോവാം. അപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസ്ക്രീം തിന്നിട്ട് നമുക്ക് അപ്പുറം പോയിട്ട് ഓക്കെ. ഐസ്ക്രീം അങ്ങനെ ഉണ്ട്. ഞാനോ എങ്ങനെയുണ്ട് മൊത്തം നക്കാലി തിന്നിട്ടോ. ഇപ്പോൾ ഞാനൂന് എന്തുവാണ് ആഗ്രഹം എന്ന് പറയട്ടെ. എന്താ വേണ്ട എനിക്ക്? അതെന്തിനാ പറയേ. സുഖം എന്താ വേണ്ട പറ. അത് എന്തിനാന്ന് പറ. അതുകൊണ്ട് എന്താ വേണ്ടത് എനിക്ക്? കാറ്റ് വരണം. ഇപ്പോൾ വെയിലൊക്കെ കുറേ
വേമ്പാ ഇതിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൊക്കെ എന്നെ ഓടി വാ. ഓടി വാ ഓടി വാ ഓടി 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 വാ. നമ്മൾ ആ ഭാഗത്തു നിന്നാട്ടോ വന്നേ. നമ്മൾ അങ്ങനെ ഇങ്ങനെ വീട് അപ്പുറത്തേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി വെയിലൊക്കെ പോയപ്പോൾ കുറച്ചുകൂടി അടിപൊളിയാണ്. പക്ഷേ ഇവിടുന്ന് ഈ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ നല്ല ക്ലിയർ ആയിരിക്കും, നല്ല ഫോട്ടോസ് ആയിരിക്കും. അതാണ് ഇവിടുത്തെ മെയിനായിട്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഹൗസ് ബോട്ടില്ലേ അതേ മോഡൽ, ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള. അതിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളി കേട്ടോ, ഭയങ്കര ഒരു VIP സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് പോകുന്നത് കണ്ടത്. ഓ അതിൻ്റെ മേലേക്ക് പോകാൻ പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പുറത്ത്? അത് എക്സിറ്റ് എന്നല്ല കാണിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് കുറേ ലോങ് ആയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അബുദാബി പോകുന്ന ബ്രിഡ്ജാണ് അപ്പുറം കാണുന്നത്. ഹോട്ടലുകൾ കാണാം. നമ്മൾ അവിടെ അക്വേറിയം കൂടി കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ വന്നത്. ഇത് കൂടെ ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലം, അടിപൊളിയാണ് കേട്ടോ. പിന്നിപ്പോൾ മണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ തിരക്കൊന്നും നല്ല ആളുണ്ടാവും. അത് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, മോസ്കാണ് കാണുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഒരു ദിവസം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയാനുള്ളത്, ഞാനൊരു ഷാർക്കിനെ കാണാൻ പോകുന്നതാണ് പറയുന്നത്. ഇൻഷാ അല്ലാ നമ്മൾ പോവും അടുത്തേക്ക്. ഞാനെന്താ പറയാനുള്ളത്, എല്ലാവരും കേട്ടില്ലേ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ എന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മളെ വീഡിയോയിൽ ഇത് എങ്ങനെ ക്ലിയർ ഉണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറാട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ കുറച്ച് വെയിലുള്ള സമയത്തായതുകൊണ്ട് അപ്പം അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. പിന്നെ നമ്മളെ ഫോണാണെങ്കിൽ ഐഫോൺ 10X ആണ്. പിന്നെ ഇപ്പോൾ കുറേ ഫോൺ അപ്ഡേറ്റ് ആയതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ക്ലിയർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയറിൻ്റെ പ്രശ്നം ഉണ്ടാവും, എല്ലാം ശ്രമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വീഡിയോ ഇഷ്ടമില്ലെങ്കിലും പിന്നെ എന്താ അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്. അതിലെന്തോ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാ?
തന്നെ പോയിരുന്നോ? ഇവരെ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പോൾ സമയമായി. നമ്മളൊരു 5:15 ഇവിടുത്തെ 6:45 കൊണ്ട് പോവാണ്. നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എല്ലാ കാഴ്ചകളും കണ്ട് ഇപ്പോൾ അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇനി നമ്മളെ ബസ് ആ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇനി പോവാണ് റൂമിലേക്ക്. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടിപൊളി സ്ഥലമാണ്. പിന്നെ എത്രമാത്രം നമ്മൾ വീഡിയോയിൽ ഈ ഞാനിത്തെ ഭാഗം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള ആളുകളൊക്കെ വന്ന് കാണുക, ഫോട്ടോ എടുക്കാനൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. വരൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, ലൈക്കും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്കും എന്താണ് അനുഭവം എന്ന് നമ്മൾ പറഞ്ഞ മാതിരി നല്ല അനുഭവമാണെങ്കിൽ നല്ല കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇവിടെ അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ. ബൈ ബൈ.